നമ്മുടെ ജീവിതത്തിൽ എത്ര കഴിവുകളുണ്ടോ എന്നുള്ളതല്ല ദൈവം എണ്ണുക. എത്ര പേരുടെ കണ്ണുനീര് ആ കഴിവ് കൊണ്ട് തുടച്ചിട്ടുണ്ട് എന്നാണ് ദൈവം നോക്കുക. എനിക്ക് തന്ന ഓരോ കഴിവും ആ കഴിവുകൾ കൊണ്ട് മറ്റുള്ളവരുടെ വേദനകള്, മറ്റുള്ളവരുടെ കണ്ണുനീര്, മറ്റുള്ളവരുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ആശ്വാസം നൽകുന്ന വ്യക്തിയായിട്ട് എനിക്ക് മാറാൻ പറ്റുന്നുണ്ടോ? സംഭരണിയായിട്ട് മാറാനല്ല, ഒഴുകുന്ന പുഴയാകാനാണ്. സംഭരണിയാകുന്നവര് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നവരാണ്. എനിക്ക് കിട്ടിയത് എനിക്ക് മാത്രമെന്ന് ചിന്തിച്ച് പണമാകാം, കഴിവുകളാകാം, അല്ലെങ്കിൽ എൻ്റെ ഓരോ കാര്യങ്ങളാകാം, ഇങ്ങനെ സംഭരിച്ചു വെക്കും. ആർക്കുപകാരമുണ്ട്? അവരെ ലോകത്ത് ജീവിച്ചതുകൊണ്ട് ഒരു ഉപകാരമില്ല. ഒഴുകുന്ന പുഴയാകുമ്പോഴുണ്ടല്ലോ ദൈവാനുഗ്രഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. നീ ഇങ്ങനെ ഒഴുക്കുമ്പോഴാണ് നിന്നിലേക്കും ദൈവം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നീ ഒരു കാര്യം കൊടുക്കുമ്പോൾ, ഒരു 10 രൂപ കൊടുക്കുമ്പോൾ നിനക്കത് 100 രൂപയായിട്ട് ദൈവം മറ്റൊരു കൈയിലൂടെ തന്നുകൊണ്ടിരിക്കും. അത് നീ മനസ്സിലാക്കുക. ഒഴുകുന്ന പുഴയ്ക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അറിയാതെ ദൈവം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ശുഷ്കമായ മനസ്സ് കാരണമുണ്ടല്ലോ നമുക്കതിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെയൊക്കെ പിടിച്ചു വെച്ചേക്കാം. ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർ കൂടുതൽ മാർക്ക് കിട്ടുമോ എന്ന് പേടിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല. ഏതെങ്കിലും പാവപ്പെട്ട രോഗിയെ സഹായിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ് കൈ ചുരുങ്ങി പോവുകയാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും നല്ലൊരു അറിവ് പകർന്നു കൊടുക്കുമ്പോഴേക്കും നമ്മൾ വേദനിക്കുക. ആരെങ്കിലും വളരുന്നത് കാണുമ്പോഴേക്കും നമ്മൾ അസൂയപ്പെടുകയാണ്. ഒരു കൈത്താങ്ങായി അവർ കൈ ഉയർത്തുമ്പോഴേക്കും നമുക്ക് ടെൻഷനാ, അവനും എന്നേക്കാൾ വലുതാകുമോ എന്നുള്ളത്. ശിഷ്യനോട് പറഞ്ഞത് കൊടുക്കാനാണ്. പ്രാർത്ഥിക്കാം.